ഗൈസ്, അപ്പോൾ ഇതുപോലത്തെ നല്ല ഹെൽത്തി അടിപൊളി തൈകൾ നമുക്ക് വീട്ടിൽ തന്നെ എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പൊ അതിനുവേണ്ടി നമുക്ക് വേണ്ടത് 3 ഐറ്റം ആണ് കേട്ടോ. അപ്പൊ നമ്മുടെ ഫസ്റ്റത്തെ ഐറ്റം എന്ന് പറഞ്ഞാൽ ചകിരിച്ചോറാട്ടോ. കമ്പോസ്റ്റ് ചെയ്ത ചകിരിച്ചോറിനെ മാക്സിമം യൂസ് ചെയ്യും. നോർമൽ ചകിരിച്ചോറിന് ഉപ്പുരസമുള്ള കാരണം അത് നമ്മുടെ വിത്തിനെ ബാധിക്കാൻ ചാൻസ് ഉണ്ട്. ഗൈസ്, രണ്ടാമത്തെ ഐറ്റം എന്ന് പറഞ്ഞാൽ പെർലൈറ്റ് ആട്ടോ. അപ്പൊ ഇതെന്തിനാ യൂസ് ചെയ്യുന്ന കഴിഞ്ഞാൽ വേരുകൾക്ക് നല്ല വായുസഞ്ചാരം കിട്ടാനാട്ടോ. വായുസഞ്ചാരം ഉണ്ടായാലാണ് നമുക്ക് നല്ല നിറയെ വേരുകളുള്ള തൈ നമുക്ക് കിട്ടും. മൂന്നാമത്തെ ഐറ്റം എന്ന് പറയുന്നത് വെർമിക്കുലിനാണ് വേണ്ടത്. വെർമിക്കുലിൻ നമുക്ക് കിട്ടാത്തതുകൊണ്ട് നമ്മൾ വെർമി കമ്പോസ്റ്റ് അടവടിച്ചത്. ഇതിന്റെയൊക്കെ ഗുണം എന്ന് പറയുന്നത് എന്താ വെച്ചാൽ നമ്മൾ പുറത്തുനിന്ന് തൈ വാങ്ങണ പോലെ നല്ല അടിപൊളി തൈ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. അപ്പൊ ഗൈസ്, നമുക്ക് ഇതിന്റെ മിക്സിങ്ങും പരിപാടികളും നോക്കാട്ടെ. അപ്പൊ ഇതൊക്കെ കൂടി മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ബക്കറ്റോ ചാക്കോ എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാട്ടോ. അപ്പൊ നമ്മൾ എടുത്തണ ബക്കറ്റാട്ടാ. അപ്പൊ ചിലവരൊക്കെ മൈൻഡിൽ ഇതിപ്പോ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യണം, ഡയറക്റ്റ് മണ്ണിൽ നട്ടാൽ മതിയില്ലേ? അതെന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ മണ്ണിനേക്കാൾ കൂടുതൽ വേരോട്ടം കിട്ടണം നമുക്ക് ഇങ്ങനെ നടുമ്പോഴാട്ടോ. ചിന്തിക്കേണ്ട കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ വിത്ത് നടുമ്പോ എപ്പോഴും നമ്മൾ യൂസ് ചെയ്യേണ്ടത് ലൂസ് മണ്ണാട്ടോ. അപ്പൊ എല്ലാവരുടെ വീട്ടിലും ഇങ്ങനെ ലൂസ് മണ്ണൊന്നും ഉണ്ടാവില്ല. നമ്മൾ ഈ പറഞ്ഞ സാധനങ്ങൾക്ക് ഒന്നും വലിയ വിലയൊന്നും ഇല്ല കേട്ടോ. പിന്നെ എന്താ വെച്ചാൽ മാക്സിമം നമ്മൾ നമ്മുടെ വീട്ടിൽ തന്നെ വെജിറ്റബിൾസ് ഒക്കെ ഉണ്ടാക്കാൻ നോക്കുക. കാരണം ഇതിനൊന്നും അധികം സ്ഥലമൊന്നും വേണ്ടപ്പോ. അപ്പൊ കമ്പോസ്റ്റ് ചെയ്ത ചകിരിച്ചോറ് നമ്മൾ 1 കിലോ ബക്കറ്റിലേക്ക് എടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് നമ്മൾ വെർമി കമ്പോസ്റ്റ് ആഡ് ചെയ്യാൻ പോകട്ടോ. 1 കിലോ ചകിരി കമ്പോസ്റ്റ് നമുക്ക് 2 പിടി 3 പിടി ഇട്ടാൽ മതി വെർമി കമ്പോസ്റ്റ്. അടുത്തിടാൻ പോണ നമ്മൾ പെർലൈറ്റ് ആട്ടോ. പെർലൈറ്റ് നമുക്ക് 1 കിലോ ചകിരി കമ്പോസ്റ്റ് നമുക്ക് 1 പിടി ഇട്ടാൽ മതി കേട്ടോ. അപ്പൊ നമ്മൾ ഡെയിലി ചെയ്യുന്നതുകൊണ്ട് നമ്മളിത് ഒരളവിന് എടുക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ ഈ പറഞ്ഞ ഐറ്റംസ് എല്ലാം കൂടെ നല്ലോണം അങ്ങോട്ട് മിക്സ് ചെയ്യാട്ടോ. ഇത് ഭയങ്കരമായിട്ട് ഡ്രൈ ആവാനും പാടില്ല, അന്ന് ഭയങ്കരമായിട്ട് വെള്ളമാവാനും പാടില്ല. തൊടുമ്പോ ചെറിയ നനവ് വരുന്ന രീതിയിൽ മാത്രം നമ്മൾ മിക്സ് ചെയ്തെടുക്കാട്ടോ. പിന്നെ ഇതുപോലത്തെ ട്രേ ആണ്. ട്രേ ഒക്കെ നമുക്ക് അടുത്തുള്ള ഹാർഡ്വെയർ ഷോപ്പിൽ നിന്നൊക്കെ കിട്ടും. നമ്മൾ യൂസ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പഴയ നമ്മുടെ ട്രേ തന്നെ യൂസ് ചെയ്യും. ഒരു പ്രാവശ്യം നമ്മൾ വാങ്ങി കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ തന്നെ കുറെ പ്രാവശ്യം നമുക്ക് ഇതുപോലത്തെ തൈകളെല്ലാം ഉണ്ടാക്കിയെടുക്കാട്ടോ. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ നല്ല ടൈറ്റിൽ നമ്മൾ ഫില്ല് ചെയ്യരുത്. എപ്പോഴും ഫ്രീ ആയിരിക്കണം. ഫ്രീ ആയിട്ട് വേണം ഫില്ല് ചെയ്യാനായിട്ട്. ഫാസ്റ്റായി ഫില്ല് ചെയ്യുമ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വിത്തുകളെല്ലാം മുളയ്ക്കാൻ ടൈം എടുക്കും. അപ്പോൾ നമ്മുടെ വിത്ത് മുളയ്ക്കാനുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ റെഡി ആക്കിയിട്ടുണ്ട്. ഇനി നമ്മുടെ ഈ കയ്യിലിരിക്കുന്ന സുഡോമോണസ് ആട്ടാ. അതെന്തിനാ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വിത്തുകളെല്ലാം ഇതിൽ കുറച്ചേരം ഡിപ്പ് ചെയ്തിട്ടിട്ട് നടന്നത് നല്ലതാണ്. പുറന്തോട് നല്ല കട്ടിയുള്ള വിത്തുകളാണെങ്കിൽ നമുക്ക് മാക്സിമം ഒരു 2 മണിക്കൂറെങ്കിലും നമ്മൾ വെള്ളത്തിലിട്ട് അല്ലെങ്കിൽ സുഡോമോണസിലിട്ടിട്ട് വേണം നമ്മൾ നടാനായിട്ട്. പിന്നെ പ്രധാനപ്പെട്ട കാര്യം എന്താ വെച്ചാൽ നമ്മൾ തിരഞ്ഞെടുക്കുന്ന വിത്തുകൾ അത് നല്ല ക്വാളിറ്റി ഉള്ള സ്ഥലത്ത് തന്നെ മേടിക്കുക. നല്ല ഹൈബ്രിഡ് വിത്ത് നോക്കി വാങ്ങുക. ഒരു പ്രാവശ്യം നമ്മൾ കൃഷി ചെയ്തിട്ട് അതിന്റെ ഉള്ളിൽ ഫലം ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അതിന്റെ ഉള്ളിൽ തന്നെ മാക്സിമം നമ്മൾ വിത്ത് ശേഖരിച്ച് വീണ്ടും കൃഷി ചെയ്യാൻ ശ്രമിക്കാം കേട്ടോ. അപ്പൊ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ വിത്ത് വാങ്ങാൻ്റെ പൈസയൊക്കെ ലാഭിക്കാം കേട്ടോ. ദൈനി നമ്മൾ സുഡോമോണസിൽ മുക്കി വെച്ച വിത്തുകളെല്ലാം നമ്മൾ നടാൻ പോവാട്ടോ. ഇതുപോലെ പതുക്കെ പതുക്കെ മേലെ തട്ടിൽ മാത്രം വെച്ച് അധികം പ്രസ് ചെയ്യാത്ത രീതിയിലാണ് നടന്നത് കേട്ടോ. അപ്പൊ ആവശ്യ ശേഷം നമ്മൾ വീണ്ടും അതിന്റെ മേലെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്ത ശേഷം നമ്മൾ മേലെ വീണ്ടും നമ്മുടെ മിക്സ് ചെയ്ത കമ്പോസ്റ്റ് വീണ്ടും ജസ്റ്റ് ഒന്ന് മേലെ ഒന്ന് ഇട്ട് കൊടുക്കുക. അപ്പൊ നമ്മുടെ വീട്ടിലിരിക്കുന്ന എല്ലാ വീട്ടമ്മമാരും മാക്സിമം അത് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ബലമുള്ള തൈകൾ ഉണ്ടാക്കുക, പച്ചക്കറികൾ ഉണ്ടാക്കുക. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ അടുത്ത വീഡിയോ കാണാം.